ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് പ്രോഗ്രാമിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. എന്താണ് ശരിക്കും പ്രോഗ്രാമിംഗ്? ഇപ്പോൾ ഈ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇൻ കറക്റ്റ് സീക്വൻസ്. ഒരു കറക്റ്റ് സീക്വൻസിൽ നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനാണ് നമ്മൾ ഈ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. നമുക്കൊരു റിയൽ വേൾഡ് എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, നിങ്ങളൊരു ഗൾഫിലുള്ള ഒരു കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അസ്യൂം ചെയ്യാം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരു ജോലിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു. അത് നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത് എന്തായാലും കിട്ടുന്നൊരു ജോബാണ്. നിങ്ങളെ നാട്ടിലെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് നിങ്ങളോട് ചോദിച്ചു, അവന് ഈ ജോലിനെ കുറിച്ച് ഗൾഫിൽ ഇതിൻ്റെ മുമ്പ് പോയ എക്സ്പീരിയൻസ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അവനെ സംബന്ധിച്ച് എല്ലാം പുതിയ കാര്യങ്ങളാണ്, ഒന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ അവൻ എന്ത് ചെയ്യണം? വളരെ കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അവന് കൊടുക്കണം. എന്താണ് അവൻ ചെയ്യേണ്ടത് എന്നുള്ളതിന് ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ അവനോട് പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു മെയിലായിട്ട് ഞാൻ അയച്ചു തരാം, അതിൽ പറഞ്ഞ പോലെ നീ ചെയ്താൽ മതി എന്ന് പറയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ ഇൻസ്ട്രക്ഷൻസ് പ്രിപ്പയർ ചെയ്യുക? നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾ ആലോചിക്കും അല്ലേ? അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ആദ്യം ഞാനൊരു മെയിൽ എഴുതും. ആദ്യം ഒരു മെയിൽ ID കൊടുത്തിട്ട് ആ മെയിലിക്ക് നിൻ്റെ റെസ്യൂം സെൻഡ് ചെയ്യണം. എന്നിട്ട് അവർ വിളിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്യും. ഒരു സിമ്പിൾ ഇൻ്റർവ്യൂ ആയിരിക്കും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതുകൊണ്ട് കാര്യമായിട്ട് ഇൻ്റർവ്യൂ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു അറിയാൻ വേണ്ടി, ഇൻട്രൊഡക്ഷന് വേണ്ടി മാത്രമുള്ളൊരു ഇൻ്റർവ്യൂ ആയിരിക്കും. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെനിക്കൊരു ഓഫർ ലെറ്റർ അയച്ചു തരും. ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ ഡോക്യുമെൻറ്റ്സ്, നിൻ്റെ പാസ്പോർട്ടും അതുപോലുള്ള മറ്റ് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയെല്ലാം നീ അവർക്ക് മെയിൽ ചെയ്യണം. അവരത് റിവ്യൂ ചെയ്തതിന് ശേഷം അവർക്ക് റിപ്ലൈ തരും. റിപ്ലൈ തന്നിട്ട് വിസ പ്രോസസ്സിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ ഇനിഷ്യേറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി നീ കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം അവർക്ക് അയച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ വിസ അപ്രൂവ് ആയി കഴിഞ്ഞാൽ അവർ നിന്നെ അറിയിക്കും. നിന്നെ അറിയിച്ചു കഴിഞ്ഞാൽ നീ അതിന് ഒരു ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാൻ നീ ആദ്യം നോക്കേണ്ടത്, ഇപ്പോൾ ഒരു ദുബായിലുള്ള ഓഫറാണെന്നുണ്ടെങ്കിൽ ദുബായ്ക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റാണ് നീ ആദ്യം പ്രിഫർ ചെയ്യേണ്ടത്. അപ്പം ഒരു പെർട്ടിക്കുലർ ടൈം ഡ്യൂറേഷൻ്റെ ഉള്ളിലുള്ള ഫ്ലൈറ്റിന് വേണ്ടി നീ മാക്സിമം ട്രൈ ചെയ്യുക. ഇൻ കേസ് അത് കിട്ടിയിട്ടില്ലെങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റ് നോക്കുക. ഇനി അത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് നിനക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലെങ്കിൽ നീ ബാംഗ്ലൂർ വന്നിട്ട് ബാംഗ്ലൂരിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ കൊച്ചിയിൽ പോയിട്ട് കൊച്ചിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ആദ്യം ഫ്ലൈറ്റിൻ്റെ അവൈലബിലിറ്റി കോഴിക്കോട് നിന്ന് ആദ്യം നോക്കുക. അത് കിട്ടിയിട്ടില്ലെങ്കിൽ കൊച്ചിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതും കിട്ടിയിട്ടില്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ എവിടെ നിന്നാണോ ഉള്ളത് അതിനനുസരിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരിക. വന്നു കഴിഞ്ഞാൽ, വരുന്നതിൻ്റെ മുമ്പ് ടിക്കറ്റ് കൺഫേം ആയി കഴിഞ്ഞാൽ കമ്പനിക്ക് അറിയിക്കാം, ഇന്ന ഡേറ്റിന് ഞാൻ അവിടെ എത്തുന്നുള്ളത് നീ റിപ്പോർട്ട് ചെയ്യാം. ഇനി ഏത് ഫ്ലൈറ്റിനാണ് വരുന്നത്, എപ്പോഴാണ് ലാൻഡ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ എന്നെയും അറിയിക്കാം. ആ സമയത്ത് ഞാനവിടെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷനിൽ ആ ഒരു ലൊക്കേഷനിൽ ഞാൻ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്യും. ഇതേപോലത്തെ ഇൻസ്ട്രക്ഷൻസ് ഞാൻ അവന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ഞാൻ അവന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവന് ഫോളോ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ബാംഗ്ലൂർക്ക് ട്രാവൽ ചെയ്യണം. ബാംഗ്ലൂർക്ക് ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബസ്സിന് പോകാൻ, ട്രെയിനിന് പോകാം. പക്ഷേ എനിക്ക് ഏറ്റവും താല്പര്യം ട്രെയിനിന് പോകാനാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യൽ എന്താണ്? ട്രെയിനിൻ്റെ ടിക്കറ്റ് നോക്കും. ട്രെയിൻ ടിക്കറ്റ് അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കും. അവൈലബിൾ ആണെങ്കിൽ ബുക്ക് ചെയ്യും. അവൈലബിൾ അല്ലെങ്കിൽ തത്കാൽ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അത് ട്രൈ ചെയ്ത് നോക്കും. അതും കിട്ടിയിട്ടില്ലെങ്കിൽ ബസ്സിന് ബുക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണ്. ആ എക്സാമ്പിൾ കറക്റ്റായിട്ട് ഞാൻ ഒരു സ്റ്റെപ്പ് പോലും മിസ്സാവാതെ കറക്റ്റ് സീക്വൻസിൽ ഞാൻ സ്റ്റെപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അത് കിട്ടുന്ന അയാൾക്ക് അധികമൊന്നും അനലൈസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അയാൾക്കത് സിമ്പിളായിട്ട് അങ്ങ് ഫോളോ ചെയ്താൽ മതി. അയാൾക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അതേപോലെ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച്, കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു മെഷീനാണ്, ഡംബാണ്, അതിനൊന്നും അറിയില്ല. അതിന് സ്വന്തമായിട്ട് ഒന്നും ചിന്തിക്കാൻ അറിയാത്ത ഒരു ഡംപ് മെഷീനാണ് ശരിക്കും അത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. ഈ പ്രോഗ്രാമിങ്ങിലെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും എന്താ ചെയ്യേണ്ടത്? പ്രോഗ്രാമിങ്ങിൻ്റെ സ്കിൽ എന്ന് പറയുന്നത്, ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്കിൽ എന്ന് പറയുന്നത്, ഈ ഇൻസ്ട്രക്ഷൻസിനെ കറക്റ്റ് സീക്വൻസിൽ ഇൻസ്ട്രക്ഷൻസിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ളത്. അതിന് അനാലിസിസ് എന്നോ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്നെല്ലാം നമുക്ക് വിളിക്കാൻ പറ്റും, അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ സ്കിൽ എന്നുള്ളത് വിളിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അതൊരു വിഷ്വലൈസേഷൻ ആണ് അതിൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഗൾഫിൽ നിന്ന് എൻ്റെ കമ്പനിയിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ജോലിക്കൊരു ഓപ്പണിംഗ് വന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ റെക്കമെൻഡ് ചെയ്തു.
അവനെ അതിലേക്ക് അവിടെ ഗൾഫിലെ ജോലിക്ക് കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് വരെയുള്ള സ്റ്റെപ്പുകൾ. അപ്പോൾ അത് എനിക്ക് എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നോ, ഇൻസ്ട്രക്ഷൻസ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നോ, അത്രയും അവനെ സംബന്ധിച്ചത് സിമ്പിളായിരിക്കും. കാരണം അതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അവൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ട് പിന്നെ ഇതെന്താണ്, അതെന്താണ്, അതെങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും ചോദിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഈ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോഴും ശരിക്കും നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻസ് നേരത്തെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇത് പ്ലാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, എന്നെ സംബന്ധിച്ച് ആ ഇൻസ്ട്രക്ഷൻസ് പ്ലാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനതിനെ വിഷ്വലൈസ് ചെയ്യണം. ഇതിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യത ഉള്ളതെന്നുള്ളത് ഞാൻ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിട്ട് ആ സ്റ്റെപ്പുകൾ പ്ലാൻ ചെയ്തിട്ട് അതൊരു ഇമെയിലാക്കിയിട്ട് ചെയ്ത് ഞാൻ അവന് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ, കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സിമിലർ ആണ്. നമ്മൾ മനസ്സിലാദ്യം വിഷ്വലൈസ് ചെയ്യണം. കംപ്ലീറ്റ് ആയിട്ട് വരാൻ സാധ്യത എല്ലാ കാര്യങ്ങളും നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് ആ സ്റ്റെപ്പുകൾ നമ്മൾ എന്ത് ചെയ്യാം, പ്രോഗ്രാമായിട്ട് അല്ലെങ്കിൽ കോഡായിട്ട് നമ്മൾ എഴുതുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കുന്ന സമയത്ത് എനിക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ എഴുതാൻ പറ്റും. കാരണം അത് രണ്ടും അവന് മനസ്സിലാവും. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കണം. അല്ലാതെ നമ്മൾ മലയാളത്തിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അതുകൊണ്ട് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതല്ല ശരിക്കും പ്രോഗ്രാമിംഗ് എന്നുള്ളത്. പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. വിഷ്വലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയണം. അപ്പോൾ ഈ എന്ത് സംഭവം കിട്ടിക്കഴിഞ്ഞാലും, ഇപ്പോൾ നിങ്ങളോട് വീട്ടിൽ നിന്ന് ഒരു എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാൻ പറയുകയാണ്, നിങ്ങൾ മാർക്കറ്റിലേക്ക് പറഞ്ഞേക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. അവിടെ വരാൻ സാധ്യതയുള്ള കുറേ സിനാരിയോസ് ഉണ്ട്. വീട്ടിൽ നിന്ന് പറയുന്ന അതേ സാധനം അതേ ക്വാളിറ്റിയിലുള്ളത് കിട്ടിക്കൊള്ളണമെന്നില്ല. കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ തന്നിട്ടുള്ള പൈസ അതിന് തികയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് സിനാരിയോസ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങളോടൊരു ഒരാളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കാണിച്ചിട്ട് വരാൻ പറഞ്ഞു. അവിടെ ഇതേപോലത്തെ കുറേ സിനാരിയോസ് വരും. കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുന്ന സമയത്ത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തന്ന അപ്പോയിൻമെൻറ്റ് ടൈം ഒരു 12 മണിയാണ്. പക്ഷെ 12 മണിക്ക് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവിടെ കുറേ ടൈം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണം? ഇപ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്ന ആളെ സംബന്ധിച്ച് അയാൾ കുറച്ച് ഫിസിക്കലി ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ അയാളെ നമ്മൾ എവിടെ ഇരുത്തണം, അയാൾക്ക് എങ്ങനെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം, കുറേ കാര്യങ്ങൾ നോക്കണം. അതേപോലെ ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ തരുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഡോക്ടർ പറയാം, ചിലപ്പോൾ അഡ്മിറ്റ് ആകാൻ പറയും, ചിലപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ഈ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മനസ്സിൽ പ്രോപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചിലപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ ഒരാളെയും കൂടെ നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുന്നത് പ്രോഗ്രാമിങ്ങിൻ്റെ കേസിൽ മാത്രമല്ല, നമ്മൾ ഡേ ടു ഡേ ലൈഫിലും അത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാമിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വിഷ്വലൈസേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇതേപോലെ ഇൻസ്ട്രക്ഷൻസ് ആക്കിയിട്ട് അല്ലെങ്കിൽ മൈക്രോ സ്റ്റെപ്സ് ആക്കിയിട്ട് എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. അത് നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് തന്നെ എഴുതണം. അല്ലാതെ ഒരു വേഗ ഐഡിയ ആയിട്ട് എഴുതിയൊക്കെയല്ല വേണ്ടത്. ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുന്നു, എന്നിട്ട് തിരിച്ചു വരുന്നു, അത് വളരെ വേഗമാണ്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയുകയാണെങ്കിൽ റെസ്യൂം അപ്ലൈ ചെയ്യുന്നിട്ട് ബാക്കി അവർ പറയുന്നുണ്ട് അതേപോലെ അങ്ങ് ചെയ്താൽ മതി. വളരെ വേഗമാണത്. അപ്പം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഡംബാണ്, ലിറ്ററലി ഡംബാണ്, അതിനൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക്, നിങ്ങളൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള കണ്ണ് കാണാൻ പറ്റാത്ത ഒരാളോട് ഞാൻ പറയുകയാണെങ്കിൽ കോഴിക്കോട് പോയിട്ട് ഒരു സാധനം വാങ്ങിച്ചിട്ട് തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, നമ്മളൊന്നും അയാളെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അല്ല, ബസ്സിൻ്റെ ബോർഡ് വായിക്കുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതേപോലെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സൈഡിൽ നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒന്നും അറിയാത്ത ഒരു മെഷീനോട് നമ്മൾ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് തരുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാമിംഗ് സ്കില്ല് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വിഷ്വലൈസേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ ഡേ ടു ഡേ ചെയ്യുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ട് അതിനെ സ്റ്റെപ്സ് ആക്കിയിട്ട് ഇൻസ്ട്രക്ഷൻസ് ആക്കിയിട്ട് നിങ്ങൾ എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ബെറ്റർ ആയിരിക്കും നിങ്ങൾ പ്രോഗ്രാമിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ആയി വരിക. പിന്നെ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഡേ 1 മുതൽ തന്നെ എല്ലാവർക്കും അങ്ങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഉണ്ടാവുക. അത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നമുക്ക് നമ്മുടെ ബ്രെയിൻ അതിന് ട്യൂൺഡ് ആയിട്ട് മാറും. അങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, എല്ലാം വിഷ്വലൈസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങളൊരു കാര്യം പറയുമ്പോൾ തന്നെ അവരത് വിഷ്വലൈസ് ചെയ്തിട്ട് അതിനുള്ള ക്വസ്റ്റ്യൻസ്, ഡീപ്പ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. കാരണം അവർ വിഷ്വലൈസ് ചെയ്ത് ആ ഡീപ്പിൽ എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ ഡീപ്പ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, അവർ വിഷ്വലൈസ് തീരെ ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ
ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വളരെ സർഫേസ് ലെവലുള്ള ഏറ്റവും ടോപ്പിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ, അല്ലാതെ ഡീപ്പ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡീപ്പായിട്ട് ചിന്തിക്കുക, ഡീപ്പായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം പിന്നെ നിങ്ങളൊരു ഫുഡ്, ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി, നിങ്ങൾക്ക് നല്ലൊരു കേക്ക് ഉണ്ടാക്കാൻ അറിയാം. അപ്പം പിന്നെ ഞാൻ നിങ്ങളോട് വെച്ച് ഞാൻ എങ്ങനെ കേക്ക് ഉണ്ടാക്കുക, ഇനി അതിൻ്റെ പിന്നെ റെസിപ്പി ഒന്ന് പറഞ്ഞിട്ടുണ്ടോയെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, അതുകൊണ്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാമെന്നാണ്. നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരും, ഇന്ന സാധനങ്ങൾ ആദ്യം എടുക്കണം, എന്നിട്ട് ആദ്യം ഇന്നത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരും. ഓരോ ആളുകൾക്കും അവർക്ക് താല്പര്യമുള്ള ഏരിയയിൽ അവർ ആൾറെഡി വിഷ്വലൈസ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് വേണ്ടത് പ്രോഗ്രാമിങ്ങിൻ്റെ കേസിൽ വരുന്ന സമയത്ത് നമുക്കിതൊരു ഹാബിറ്റായിട്ട് എടുക്കണം. വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതും പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ് ആക്കി മാറ്റുക എന്നുള്ളത് ഒരു ഹാബിറ്റായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിങ്ങിൽ ഓരോരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഓരോ പ്രോബ്ലംസ് കിട്ടുന്ന സമയത്തും നമുക്ക് ഇതേപോലെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് കറക്റ്റ് സീക്വൻസ് തന്നെ ആയിരിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഈ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിളിൽ ഞാൻ അവനോട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യേണ്ട ആ ഒരു പെർട്ടിക്കുലർ ചെറിയൊരു സിനാരിയോ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ആദ്യം ചെയ്യേണ്ടത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നുള്ള, അവൻ്റെ വീട് കോഴിക്കോട് അടുത്താണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇല്ലെങ്കിൽ അവൻ നോക്കേണ്ടത് നെക്സ്റ്റ് നിയറസ്റ്റ് ആയിട്ടുള്ള കൊച്ചിയിൽ നിന്ന് അവന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ അവന് ബാംഗ്ലൂരിൽ നിന്ന് നോക്കണം. അപ്പോൾ ഇതുപോലെ അത് കറക്റ്റ് സീക്വൻസിലല്ലെങ്കിൽ അവന് എവിടെ നിന്നെങ്കിലും ഉള്ള ഡയറക്റ്റ് ഫ്ലൈറ്റാണ് ആദ്യം നോക്കുന്നതെന്നുണ്ടെങ്കിലും അത് കറക്റ്റ് അല്ല. ഇപ്പോൾ പിന്നെ ഓരോരോ കാര്യത്തിനും അതിൻ്റെ സീക്വൻസ് കറക്റ്റ് ആവുക എന്നുള്ളതും ക്രിറ്റിക്കലാണ്. അപ്പോൾ കറക്റ്റ് സീക്വൻസിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് പ്ലാൻ ചെയ്യാം. അത് നിങ്ങളൊരു സ്ഥിരമായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഈ വിഷ്വലൈസേഷൻ്റെ ആ ഒരു ഏരിയ ഇമ്പ്രൂവ് ആയിട്ട് വരും. അതാണ് ശരിക്കും നമുക്ക് പ്രോഗ്രാമിങ്ങിന് വേണ്ട സ്കില്ല്. ഓക്കെ.